പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഇപ്പോൾ ഈ കഴിഞ്ഞ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഒരു നോട്ടീസ് ശ്രദ്ധിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നോട്ടീസാണ്. അതില് ഉള്ള വാചകം ഇങ്ങനെയാണ്: ഇടത് വലത് മുന്നണികൾ ഭരിച്ചു മുടിച്ച കേരളത്തെ രക്ഷിക്കുവാൻ BJP എന്ന രീതിയിലാണ്. ഇതിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തില് പൊതുബോധത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയിലെയോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഇടതുപക്ഷം എന്താണെന്നോ വലതുപക്ഷം എന്താണെന്നോ വ്യക്തമായുള്ള ഒരു ധാരണ ഇല്ലെന്ന് മനസ്സിലാക്കാം. സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് യുക്തിവാദം പ്രചരിപ്പിക്കുന്ന പല മേഖലകളിലും ഇടതുപക്ഷം, വലതുപക്ഷം, മധ്യപക്ഷം എന്നതിനെ കുറിച്ചുള്ള വിശദമായുള്ള വീഡിയോകളും പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. ഇതൊരു പൊളിറ്റിക്കൽ സ്പെക്ട്രമാണ്. വലതുപക്ഷം എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹത്തിൽ അറിയപ്പെടുന്നത് കോൺഗ്രസ് എന്നാണ്. കോൺഗ്രസ്സുകാർ തന്നെ അങ്ങനെയാണ് വിചാരിക്കുന്നത്. തെറ്റാണ്, തെറ്റായ ഒരു രീതിയാണ്. ഇടതുപക്ഷം എന്നുള്ള കമ്മ്യൂണിസ്റ്റുകാർ എന്നൊരു രീതി, അത് പൂർണ്ണമായി ശരിയല്ലതാണ്. അപ്പൊ ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്, മധ്യപക്ഷമുണ്ട്. ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ നിൽക്കുന്നതാണ്. ഇപ്പൊ ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞെങ്കിൽ യഥാർത്ഥത്തില് മാർക്സ് ജനിക്കുന്നതിന് മുമ്പേ, മാർക്സ് ജനിച്ചത് 1818 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടാകുന്നത് 1848 ഇതിനു മുമ്പേ 1789 ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രഞ്ച് നാഷണൽ അസംബ്ലിയിൽ, അതായത് അന്നത്തെ ഭരണകൂടത്തിന് എതിരെ നിൽക്കുന്ന ആൾക്കാർ ആ അസംബ്ലിയിൽ ഇടതുപക്ഷത്തും ഈ രാജഭരണ കാലഘട്ടത്തിൽ പിന്തുടരണം, അതേ രീതിയിൽ തുടരണമെന്ന് കാണുന്നവർ വലതുപക്ഷത്തും ഇരുന്ന ഒരു രീതിയാണ് അന്ന് ഇടതുപക്ഷം അല്ലെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് എന്ന പൊളിറ്റിക്കൽ വിങ്ങിൽ അറിയപ്പെടാൻ കാരണമായത്. ഇനി ഇടതുപക്ഷം എന്താണെന്ന് വെച്ചാൽ അന്ന് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. ആ കാലഘട്ടത്തിൽ ഫ്രഞ്ച് വിപ്ലവം ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം എന്ന് വെച്ചാൽ അതായത് പരിഷ്കരണത്തിന് വേണ്ടി, മാറ്റത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു പക്ഷം എന്നാണ്. സാമൂഹ്യ സമത്വമാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. തുല്യ നീതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് സെക്യുലറിസം. പലതിലൊത്തം എന്നുള്ളത് മതവും രാഷ്ട്രീയവും വേറിട്ട് നിൽക്കുന്ന, മതം എന്നത് പേഴ്സണൽ ചോയ്സ് ആണ്. മതം ആശയങ്ങൾ രാഷ്ട്രത്തിലേക്ക് ചേർക്കാൻ പാടില്ല എന്നത് വ്യക്തമായ ഇതാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ വധശിക്ഷ ഉൾപ്പെടെയുള്ള പ്രാകൃത നിയമത്തെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ LGBT കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഭിന്നലിംഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ചേർത്ത് നിർത്തുന്ന ഭാവമായിട്ടാണ് ഇടതുപക്ഷം എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വലതുപക്ഷം എന്ന് പറയുന്നത് അതൊരു പാരമ്പര്യവാദ സിസ്റ്റമാണ്. പാരമ്പര്യവാദ യാഥാസ്ഥികത്തെ പിന്തുണയ്ക്കുന്നവരാണ്. കൺസർവേറ്റീസം എന്ന് പറയാം. കൺസർവേറ്റീസം എന്ന് അറിയപ്പെടുന്ന രീതിയാണ്. അതായത് അത് ദേശീയതയെ പിന്തുണയ്ക്കുന്നതാണ്. അതായത് പിന്തുടർന്ന ഈ പാരമ്പര്യ രീതി, യാഥാസ്ഥിക രീതി അതേ ഇതിൽ പിന്തുടരണമെന്ന് വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ്. മതനിയമം രാഷ്ട്രത്തിന്റെ നിയമമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ടി മതരാഷ്ട്രീയം ശക്തമാക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു. അത് ആ രാഷ്ട്രീയ പാർട്ടി തന്നെ മത ചട്ടങ്ങളിൽ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പം അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് കൾച്ചറൽ നാഷണലിസം ആണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഇതാണ് വലതുപക്ഷം, അതായത് വലതുപക്ഷ റൈറ്റ് വിങ് എന്നറിയപ്പെടുന്ന പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ അറിയപ്പെടുന്ന രീതി. ഈ രണ്ട് പക്ഷത്തല്ലാത്തൊരു മധ്യപക്ഷ രീതിയുണ്ട്. പൂർണ്ണമായി ഇടത്തോട്ടോ അല്ലെങ്കിൽ വലത്തോട്ടോ അല്ലാതെ, എന്നാലും അത് ഒരു സെൻട്രലാണെങ്കിൽ ഇടത്തോട്ടാണ് കൂടുതൽ. സെൻട്രൽ ലെഫ്റ്റിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അത്തരം ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായുള്ള വീഡിയോകളും മറ്റുമൊക്കെ നമ്മുടെ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ വിശദമായി ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ലോകത്തെ രാഷ്ട്രീയ പാർട്ടികൾ പല രീതിയിൽ റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഉണ്ട്, ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് വയ്ക്കുന്നുണ്ട്. സെൻട്രൽ ലെഫ്റ്റ് വയ്ക്കുന്ന ആൾക്കാരാണ് ഇപ്പം കൂടുതലായി വയ്ക്കുന്നത്. അതായത് ഈ വെൽഫെയർ സൊസൈറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന പല രാഷ്ട്രങ്ങളും സെൻട്രൽ ലെഫ്റ്റിലേക്കാണ് അവർ പ്രവർത്തിക്കുന്നത്. മറ്റേ ഫിൻലാൻഡ് പോലുള്ള രാഷ്ട്രങ്ങളൊക്കെ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുകയാണെങ്കിൽ, ലോകത്തെ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുകയാണെങ്കിൽ അമേരിക്കൻ രാഷ്ട്രീയ പാർട്ടികൾ, രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണല്ലോ, റിപ്പബ്ലിക് പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. ഇതിൽ റിപ്പബ്ലിക് പാർട്ടി, ഇപ്പൊ ഇന്ന് ട്രംപ് ഭരിക്കുന്ന പാർട്ടിയാണ് റിപ്പബ്ലിക് പാർട്ടി. ആ പാർട്ടി കൃത്യമായ ഒരു വലതുപക്ഷ പാർട്ടിയാണ്. ഒരു റൈറ്റ് വിങ് പൊളിറ്റിക്സ് ആണ് അത് പിന്തുടർന്നത്. അതായത് കുടിയേറ്റക്കാരെ ഒഴിവാക്കുക, കുടിയേറ്റക്കാരുടെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക, ആ രീതിയിലുള്ള രീതിയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. അവിടെ ഡെമോക്രാറ്റുകൾ ഈ ലെഫ്റ്റിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, അവർ സെന്റർ ലെഫ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ രീതിയിലാണ് ഡെമോക്രാറ്റുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അമേരിക്കൻ പാർട്ടി അങ്ങനെ, ലോകത്തെ പല പാർട്ടികളും അങ്ങനെയുണ്ട്. മതം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടികളുണ്ട്. മതം മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടികൾ ഒരിക്കലും അത് വലതുപക്ഷ പാർട്ടി തന്നെയാണ്.
അപ്പൊ നമുക്ക് നോക്കണം, ഇന്ത്യയിലേക്ക് വരാണെങ്കിൽ, ഇന്ത്യയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്ത്യയിലെ ഈ പാർട്ടികൾ അല്ലെങ്കിൽ ലെഫ്റ്റ് പാർട്ടികൾ ഏതാണ്, റൈറ്റ് പാർട്ടികൾ ഏതാണ്, മധ്യ പക്ഷ പാർട്ടികൾ, സെൻട്രൽ ലെഫ്റ്റ് പാർട്ടികൾ ഏതാണെന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ലെഫ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, CPIM, CPI, RSP, ഫോർവേഡ് ബ്ലോക്ക്, ഇതൊക്കെ ലെഫ്റ്റ് പാർട്ടിയിൽ പെടും. ഇവിടുത്തെ വലതുപക്ഷ പാർട്ടി എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും വലതുപക്ഷ പാർട്ടി എന്ന് പറയുന്നത് BJP തന്നെയാണ്. BJP വരും, ശിവസേന വരും, മുസ്ലിം ലീഗ് വരും, അകാലിദൾ വരും. ഇങ്ങനെ കുറെ പാർട്ടികൾ ഈ രംഗത്ത് വേണം. അതായത് മത ആശയങ്ങൾ, ജാതി ആശയങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ കൊണ്ടുവരിക, അത് മത നിയമങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പാർട്ടികളാണ് ഈ വലതുപക്ഷ പാർട്ടികളായിട്ട് പറഞ്ഞത്. ഈ സെൻട്രലിൽ നിൽക്കുന്നത്, അതായത് സെൻട്രലിൽ നിൽക്കുന്ന പാർട്ടികൾ എന്ന് പറഞ്ഞത്, ഈ സെൻട്രൽ നിൽക്കുകയാണ് പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടികൾ സെൻട്രൽ പാർട്ടിയാണ്. അത് സെൻട്രൽ ലെഫ്റ്റിലേക്ക് എന്ന പാർട്ടിയാണ്. അതുപോലെ സമാജ്വാദി പാർട്ടി, ഈ ജനതാദള്, BSP പോലുള്ള പാർട്ടികൾ സെൻട്രൽ പാർട്ടിയാണ്, കൂടുതലും ലെഫ്റ്റിലേക്ക് വന്ന പാർട്ടികളാണ്. ഇതിൽ തന്നെ എക്സ്ട്രീം ലെഫ്റ്റും ഉണ്ട്, എക്സ്ട്രീം റൈറ്റും ഉണ്ട്. തീവ്ര ഇടതുപക്ഷ പാർട്ടികളുണ്ട്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റുകളും മറ്റ് പാർട്ടികളുമുണ്ട്. അത് സമൂഹത്തിന് ദ്രോഹപരമായ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തീവ്ര വലതുപക്ഷ പാർട്ടികളും നമ്മുടെ സമൂഹത്തില് ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹത്തില് ഈ രാഷ്ട്രീയ അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ വിജയിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ. രാഷ്ട്രീയ അവബോധങ്ങൾ വേണമെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ചുള്ള അറിവ് സമൂഹത്തിലുണ്ടാകണം. എന്താണ് ഇടതുപക്ഷം, എന്താണ് വലതുപക്ഷം, എന്താണ് മധ്യപക്ഷം എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളൂ. അല്ലാതെ ഞാൻ ഇടതുപക്ഷക്കാരനാണ്, ഞാൻ വലതുപക്ഷക്കാരനാണ്, ഞാൻ അതിൽ നിന്ന് പെടുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമാണെന്നും വലതുപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെന്നും എന്നുള്ള വാദം ശരിയല്ല. ഇവിടെ തീവ്ര വലതുപക്ഷ പാർട്ടികളുണ്ട്, തീവ്ര ഇടതുപക്ഷ പാർട്ടികളുണ്ട്. അതുകൊണ്ട് ഇത് തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. സ്വതന്ത്രചിന്താ മണ്ഡലത്തിലെ ഡോക്ടർ വിശ്വനാഥന്റെ വളരെ വിശദമായുള്ള വീഡിയോ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് മേഖലയിലുള്ള വീഡിയോകളും കാണണം. രാഷ്ട്രീയ അവബോധമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അറിവ് ഉണ്ടാക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട രീതിയായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ അറിവ് ഉണ്ടാക്കാൻ വേണ്ടി, രാഷ്ട്രീയ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.